ഒരു 6 മാസം തിരിച്ചു വന്നു. ആ കുരുടന്റെ കയ്യിൽ നിന്ന് 10,000, 20,000, 50,000 പണം വാങ്ങിച്ച് 2 ലക്ഷത്തോളം രൂപ ആ ചെറുപ്പക്കാരൻ ഇവരുടെ കയ്യിലുള്ള പണവും തട്ടിത്തെടുത്തു. എല്ലാ അനുവാദം കിട്ടി. ഇന്റർവ്യൂവിൽ പോകേണ്ട സമയം വന്നപ്പോ ഇവന്റെ ടെലിഫോൺ സ്വിച്ച് ഓഫ്, മൊബൈൽ സ്വിച്ച് ഓഫ്. ആകെ ചോരയില്ലാത്ത മുഖമായിട്ട് വന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ കിഡ്നി ഇല്ല, കാശില്ല, കണ്ണില്ല, വീടില്ല, മക്കളുമില്ല. ഇവർക്ക് ദുരിതങ്ങൾ കണ്ടോ പ്രിയമുള്ളവരെ? ഞാൻ ആലോചിച്ച, ദൈവമേ, എന്നെ എന്തുകൊണ്ടൊരു കുരുടനാക്കി നീ ജനിപ്പിച്ചില്ല? അതിന്റെ ഉത്തരം ഞാൻ ഇവർക്ക് ചെയ്തു കൊടുക്കാനാണ് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞു, ചേട്ടാ വിഷമിക്കാതിരിക്കെ, കൊച്ചൗസപ്പന്റെ കിഡ്നി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ അവസാനത്തെ കിഡ്നി കൊടുത്തു. കൊച്ചൗസ ഞാൻ വിളിച്ചോണ്ട്, കൊച്ചൗസപ്പേട്ട നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. എന്താച്ചോ? കണ്ണില്ലാത്ത ഒരാൾക്കാണ്. കൊച്ചൗസൻ പറഞ്ഞു, അച്ചോ, ഞാൻ എന്തെല്ലാം നേടിയെടുത്തതിനേക്കാൾ വലിയ സന്തോഷം, ഞാനൊരു കർമ്മം ചെയ്തപ്പോ 5-6 കുടുംബങ്ങൾക്ക്, അതും അവസാനം ഒരു കണ്ണില്ലാത്തൊരു മനുഷ്യന് ജീവിക്കാൻ സന്തോഷമുണ്ട്. ഓപ്പറേഷൻ തലേ ദിവസം ഉണ്ണികൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദറെ നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണ, ഞാൻ എന്റെ കിഡ്നി അല്ലടാ നിനക്ക് ഞാൻ തരണത്. വേണ്ടച്ചോ, എന്നാൽ എനിക്കത് കിട്ടിയില്ലോ. എന്റെ ലക്ഷങ്ങൾ തട്ടിച്ചുകൊണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഇനി മരിക്കാൻ നല്ലത്. ഞങ്ങള് ആത്മഹത്യ ചെയ്യാൻ മുമ്പാണ് അച്ഛന്റെ ഓഫീസിലേക്ക് എത്തിയത്. കാരണം ഞങ്ങൾക്ക് മക്കളില്ല, വീടില്ല, കിഡ്നി ഇല്ല, അവസാനം കാശ് കൊണ്ടുപോയി ചാവാം, അച്ഛനെ കണ്ടിട്ട് പോയി ചാവാം എന്ന് കരുതി വന്നതാ. ഇത് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങാണ്. നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞു, എന്നോട് നന്ദി പറയണ്ട, ഈശ്വരനോട് നന്ദി പറയേ. നിനക്ക് കിഡ്നി തരുന്ന സഹോദരി ഉണ്ടല്ലോ നീന, ആ സഹോദരിയോട് നന്ദി പറയണ്ടേ. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു, അച്ഛോ, അച്ഛനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒരു കാലത്തും എന്റെ ജീവിതകാലത്ത് അച്ഛനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണില്ല. കാരണം എനിക്ക് കാഴ്ചയില്ല. എനിക്കൊരു സങ്കടം ബാക്കിയുണ്ട്. എന്താ സങ്കടം? നാളെ ഒരു സ്ത്രീ മലന്ന് കിടന്ന് ശരീരം കീറി മുറിച്ച് ഒരു കിഡ്നി, ജീവനുള്ള ഒരു മാംസ കഷ്ണം എനിക്ക് വേണ്ടി മുറിച്ചു തരില്ല അച്ചോ. അതെ, ഞങ്ങൾ ഒന്നും കൊടുക്കണില്ല. ഇല്ല, തരണ്ടെന്ന് പറഞ്ഞില്ലേ? അതല്ല അച്ചോ, ആ സ്ത്രീയെ പോലും എനിക്ക് കിഡ്നി കിട്ടിയതിന് ശേഷം ആ സ്ത്രീയെ പോലും എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. പ്രിയമുള്ള എന്റെ സഹോദരങ്ങളെ, ഈ കണ്ണിന്റെ വില നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അറിയില്ല. ഇന്ന് 2 കിഡ്നികളുണ്ട്, നമ്മൾ ഭക്ഷിക്കുന്ന സാധനം ദഹിക്കുന്ന ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഇതൊക്കെ ദൈവം തന്നിരിക്കുമ്പോ നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഏക്കർ കണക്കിന് ഭൂമിയോ വീടോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. ഈ ശരീരമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതാണ് നിങ്ങൾ ദാനം ചെയ്യാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും മഹത്തായ ദാനം. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ ചുരുക്കാണ്. നിങ്ങളുടെ ഏറെ നന്ദി, സ്നേഹമുണ്ട്. ഞാൻ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും ആദ്യം പറയാൻ പോകുന്നത് രാമപുരമാണ്. ഏത് നന്മയുണ്ടോ അതൊക്കെ പ്രഘോഷിക്കപ്പെടണം. നല്ലത് ആവർത്തിച്ച് പറയണം. അത് പബ്ലിസിറ്റി അല്ല. അത് മനുഷ്യനെ നല്ലത് കേൾക്കുമ്പോഴാണ് നല്ലത് ചെയ്യാൻ പ്രചോദനം ഉണ്ടാകുക. ഒരാൾ തിന്മ ചെയ്തത് ആവർത്തിച്ച് പറയുന്നതിലെ വലിയ വിശേഷമില്ല. പ്രിയമുള്ളവരെ, രാമപുരം കൾച്ചറൽ സൊസൈറ്റിയും പഞ്ചായത്തും കാണിച്ച മാതൃക ഈ രാത്രി, ഇന്നത്തെ ഈ ദിവസത്തിന്റെ രാത്രി, ഇത് ചരിത്ര രാത്രിയാണ്. ഈ സായാഹ്നം, ഈ രാമപുരം വർഷങ്ങൾ കഴിഞ്ഞാൽ ഓർത്തു വെക്കും. അന്നൊരു സായം സന്ധ്യയിൽ ഇവിടെ വെച്ച് ജില്ലാ അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ പ്രഖ്യാപിക്കാൻ പോകുന്നു, ഈ ഗ്രാമം, രാമപുരം എന്ന ഗ്രാമം, ഇതാ ഈ ലോകത്തിലെ ആദ്യത്തെ അവയവദാന പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇതിന് നിങ്ങൾ കൊച്ചു ത്യാഗം പോലും ചെയ്ത വ്യക്തികളുണ്ടോ? നിങ്ങൾക്കൊക്കെ ഈശ്വരന്റെ തലമുറകളുള്ള അനുഗ്രഹം കിട്ടും പ്രിയമുള്ളവരെ. കാരണം നമുക്കൊന്നും ആ രോഗത്തിന്റെ വേദന അറിഞ്ഞിട്ടില്ല. കിഡ്നിയിൽ എത്രയോ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എന്റെ സിനി ആർട്ടിസ്റ്റോട് നമ്മൾ പറയാലോ, ട്രാഫിക്കിന്റെ സുഹൃത്തോടെ ഉണ്ടല്ലോ, ആ സിനിമ എത്രമാത്രം സമൂഹത്തെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ മമ്മൂട്ടി കിഡ്നി ദാനം ചെയ്യുന്ന ആ കർമ്മം, ആ സിനിമ ഇറങ്ങിയ സമയത്താണ് എന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. അതിനുശേഷം ജയരാജ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഫാദറിന്റെ കഥയായിട്ടോ ഇവിടെ ഞാൻ സിനിമയാക്കിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വലിയൊരു സുഹൃത്താണ് ജയരാജ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക, ഇതൊരു സ്നേഹ സംസ്കാരമാണ്. നമ്മൾ എന്തൊക്കെ ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കൂട്ടിയൊരു ത്രാസിൽ വെച്ചാലും മരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ ദാനം അതിന്റെ അത്രയ്ക്ക് ഒക്കില്ല കേട്ടോ. ഇനി മതവിശ്വാസങ്ങൾ ഇതിനെതിരാണോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ചില ആളുകളുണ്ട്, അങ്ങനെ കിട്ടിയൊന്നും കണ്ണൊന്നും കൊടുത്തിട്ട് പോകാൻ പറ്റില്ലച്ചോ. എന്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോ പത്രത്തിലോ ഒരു വടി തരും, എന്റെ കുത്തിപ്പിടിച്ച് നടന്നോ, കണ്ണം കൊടുത്തിട്ട് വന്നിരിക്കുക. പിന്നെ എവിടെയാ കണ്ണ് കിട്ടുക? ഈ കണ്ണല്ലാട്ടോ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കൊണ്ടുപോകുക. ഈ കണ്ണ് ഈ മണ്ണിൽ നിങ്ങൾ കുഴിച്ചു മൂടിയിട്ട് നിങ്ങളൊരു 5-8 ദിവസം കഴിയുമ്പോൾ തുറന്നു നോക്ക്. അപ്പൊ കാണാം ഈ കണ്ണിനും കിഡ്നിക്ക് എന്താ അവിടെ എന്നുള്ളത്.
നമുക്ക് മരിച്ചാൽ 3 കാര്യങ്ങൾ ചെയ്യാം. 1, പുഴുക്കൾക്ക് തിന്നാൻ കൊടുക്കാം. 2, അഗ്നിക്ക് തിന്നാൻ കൊടുക്കാം. 3, നിന്റെ കൂടെ ജീവിക്കുന്ന സഹജീവിക്ക്, ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് കൊടുക്കാം. എന്ത് തീരുമാനിക്കണമെന്ന് മനുഷ്യൻ തീരുമാനിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സമ്മതപത്രം എഴുതിയവരുടെ ഓർമ്മയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമ്മതപത്രം എഴുതിയെന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ അവയവങ്ങളൊക്കെ നിങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഇനി അത് കേടുകൂടാണ്ട് കൊണ്ട് നടക്കാന്നുള്ള ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. കൊടുക്കാനുള്ള സാധനമാണ്, അത് കേടുകൂടാണ്ട് കൊണ്ട് നടന്നോളൂ. അതുകൊണ്ട് ഇപ്പൊ പറയാൻ കാരണം മറ്റന്നാൾ ഓണാണ്. അതുകൊണ്ട് ഈ അവയവത്തിലൊക്കെ അഭിഷേകം ചെയ്ത് അവസാനം അത് കേടാക്കി കളഞ്ഞാൽ അവസാനം തുറന്നു നോക്കുന്ന സമയത്ത് ചുങ്ങിയമാ കണ്ടി പോലത്തെ 2 കിഡ്നി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോ ദൈവമേ സമ്മതപത്രം ഒപ്പിട്ടുള്ള എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള മനസ്ഥിതി കാണിച്ചോളോട്ടാ. സമ്മതപത്രം എഴുതി ഒരാളെന്നോട് ചോദിച്ചു, എന്റെ വേണ്ട അച്ചോ, എന്റെ ഒന്നും കിട്ടാനില്ല അച്ചോ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. സത്യസന്ധനായ ആളാണ് കേട്ടാള്. പറഞ്ഞ എന്റെ ഒന്നും കിട്ടാനില്ല അച്ചോ, ഒക്കെ ഞാൻ മുണ്ടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവിച്ചത് ഈ ഓണത്തിന് എന്റെ പരിപാടി ഉണ്ടല്ല, അത് എവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. അതുകൊണ്ട് ബൈക്കൊക്കെ നന്നായിട്ട് നിങ്ങളോട് സംസാരിക്കാം അതിന്റെ വിശേഷങ്ങളൊക്കെ. അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ പറയുന്നു, നമ്മുടെ ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത് കേട്ടോ. അത് പോയി എത്രയോ കലാകാരന്മാരെ പഠിത്തത്, പല കലാകാരന്മാരുടെ ചരിത്രത്തിൽ സങ്കടം തോന്നുന്നു. എത്രയോ നല്ല കലാകാരന്മാർ അവരുടെ ജീവിതത്തിലെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കിഡ്നി നഷ്ടപ്പെട്ട് കരൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ കുറയ്ക്കണം. പ്രിയമുള്ളവരെ, വാക്ക് മാത്രം പറയില്ല, ആംഗ്യം കാണിച്ചാൽ പോലും, ഇങ്ങനെ പറഞ്ഞാൽ പോലും മനസ്സിലാവുന്ന രീതിയിലായി തന്നിട്ടുള്ള ഒരു കാര്യമാണത്. ഓണം വരുമ്പോ എന്താണ് ഉണ്ടാവാൻ പോണെന്നുള്ളത് പത്രത്തിൽ വാർത്ത വരും. അവയവദാന സമ്മതപത്രം നൽകിയ രാമപുരത്തെ എത്രമാത്രം ഇത് വിറ്റു ചെലവായി എന്നുള്ള കണക്ക് കൂടെ നിങ്ങൾ എടുത്തോളോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹത്തായ കർമ്മം നിങ്ങൾ ചെയ്യാൻ സന്നദ്ധത കാണിച്ച എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ മുക്തകണ്ഠം ദൈവത്തിന്റെ സമക്ഷം സമർപ്പിക്കുകയാണ്. എനിക്ക് കിഡ്നി കിട്ടാൻ വേണ്ടിയിട്ടല്ലാട്ടാ ഞാനിത് പറയുന്നത്. എനിക്ക് കിഡ്നി വേണ്ട, ചട്നി വേണ്ട. കിഡ്നിക്ക് ചട്നിക്കല്ല, ഞാൻ അവരുടെ ദുഃഖങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഒരു കിഡ്നി രോഗി എന്നോട് പറഞ്ഞു, കൊതിയാ ഉണച്ചാന്ന് പറഞ്ഞു. എന്തിനാടാ കൊതി? മൂത്രമൊഴിക്കാൻ കൊതിയാ ഉണച്ചോ? 10 വർഷമായി അവൻ മൂത്രമൊഴിച്ചിട്ട് നമുക്കൊന്നും വില അറിയില്ല. പ്രിയമുള്ളവരെ, ഈ രോഗം ബന്ധപ്പെട്ടാൽ യൂറിൻ പാസ് ചെയ്യില്ല. നിന്റെ വീട്ടിൽ ആരും കടന്നു വരില്ല. ആദ്യ ദിവസം വരും, പിന്നെയൊക്കെ ആൾക്കാർ പോകും. വീട്ടിൽ TV കോമഡി എക്സ്പ്രസ് വെക്കില്ല. എങ്ങനെ ചിരിക്കാൻ പറ്റും? നാളെ മരണം കാത്തിരിക്കുന്ന മനുഷ്യർ കൂടാനുകൂടിയുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഈ ചെയ്ത കർമ്മം, കിട്ടാൻ പോകുന്ന ദാനത്തിന്റെ വില ഒരു സാഹിത്യകാരനും, ഒരു ചരിത്രകാരനും, ഒരു ആത്മീയ ആചാര്യനും നിർവചിക്കാൻ പറ്റാത്തൊരു ദാനമാണ് പ്രിയമുള്ളവരെ അവയവദാനം. നിങ്ങൾക്ക് ഈശ്വരന്റെ എല്ലാ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ. ഇതിന്റെ പ്രവർത്തനം 100 മേനി ഫലം ചെയ്യട്ടെ. ഞാൻ മാണിസാറിന് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫാദർ വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സിസ്റ്റം സമ്മതം ഒപ്പിട്ട് കഴിഞ്ഞു. പക്ഷേ ഇന്ന് സർക്കാരിന്റെ നേതൃത്വത്തില് മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽ ഇവിടെ ഈ കേരളത്തിൽ ഇല്ല എങ്കിൽ ജനങ്ങൾ എടുത്തോളാൻ പറയും. പക്ഷെ അത് എടുത്തു വെക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കുറവേ ഉള്ളൂ. പ്രൈവറ്റ് മേഖലയിലുണ്ട്. പോരാ, സർക്കാരിന്റെ വലിയ ഹോസ്പിറ്റലുകൾ വരണം. മാണി സാറ് പറഞ്ഞു ഫാദർ വെക്യൂ പ്രോജക്റ്റ്. അങ്ങനെ ഇത് ഈ കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ ഐക്യരാഷ്ട്ര സംഘടന പോലും, ഞാൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്, ഒരു 10 വർഷം കഴിയുമ്പോ ലോകരാഷ്ട്രങ്ങൾ ഈ കേരളത്തിലേക്ക് പഠിക്കാൻ വരും. എങ്ങനെയാണ് പല മതങ്ങൾ വിശ്വാസികൾ ജീവിക്കുന്ന ഈ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് അവയവദാനം എന്ന് പറയുന്ന ഈ സംസ്കാരം പടർന്ന് ജനങ്ങളിൽ എത്തിയെന്ന് പഠിക്കാൻ വിദഗ്ധ സംഘങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇവിടെ വരും. പ്രിയമുള്ളവരെ, ഇന്ന് ഒരൊറ്റ രാജ്യത്തും ഉണ്ടാകാത്ത, ഒരു സംസ്ഥാനത്തുണ്ടാകാത്ത ഒരു മൂവ്മെന്റ് ആണ് അത്. ഈ രാമപുരത്ത് തഴച്ച് വളരുന്നു. നേതൃത്വങ്ങൾ എല്ലാവരോടും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഓർക്കുക, അത് മാത്രം മതി. നന്ദി, നന്ദി, നന്ദി.